ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण हरि ओम तत्सत्। എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഭക്തി ഉഷ ക്ലാസ്സിലേക്ക് മോഡ്യൂൾ 52 ആണ് ഇന്ന് വായിക്കുന്നത്. So the 7 purposes of the International Society for Krishna Consciousness. നമ്മളെല്ലാവരും ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ മെമ്പേഴ്സ് ആണ്. ആ ഫിലോസഫി, ആ സിദ്ധാന്തം നമ്മൾ ഫോളോ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഭക്തന്മാരാണ്. അപ്പൊ എന്തിനാണ്, എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ചത്, ആര് തുടങ്ങി വെച്ചു, ഇതെല്ലാം നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. എങ്കിലും കൂടിയും അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ പർപ്പസസ് നമ്മളിന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ദ 7 ഉദ്ദേശത്തോടു കൂടിയാണ് ISKCON, International Society for Krishna Consciousness. Okay, the most revered, our most beloved, His Divine Grace Abhay Charana Aravinda Bhakti Vedanta Swami Srila Prabhupada തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് ഫൗണ്ടർ ആചാര്യ ISKCON. He is the pre-eminent ആചാര്യ also for all time to come. Okay, he cannot be replaced by anybody because ISKCON means Prabhupada. യദി പ്രഭുപാദ് ന ഹോയ്തു, പ്രഭുപാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇസ്കോണും നമ്മളും ഉണ്ടായില്ല. അവിടെ ഈ ഒരു ചർച്ചയിൽ നമ്മളൊന്നും പങ്കെടുക്കില്ലായിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് പ്രഭുപാദാസ് കമ്പാഷൻ ആൻഡ് മേഴ്സി ദാറ്റ് വി ആർ ഓൾ സിറ്റിംഗ് ടുഗദർ ആൻഡ് ഡിസ്കസിങ് അബൌട്ട് കൃഷ്ണ. അപ്പൊ ഇതിന്റെ 7 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ടു സിസ്റ്റമാറ്റിക്കലി പ്രൊപ്പഗേറ്റ് സ്പിരിച്വൽ നോളേജ് to society at large. Okay, അപ്പോ നമുക്കിപ്പോ നമ്മള് ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് നമുക്കെല്ലാം അവിടെ നിന്നും ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അറിവ്, പലതും കേട്ടതും കണ്ടതൊക്കെ ആയിട്ടുള്ള അറിവുണ്ട്. നമ്മളെല്ലാം ഡിവോഷണലി ഇൻക്ലൈൻഡ് ആണ്. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ KG സ്റ്റാൻഡേർഡ് മുതൽക്ക് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. ഞാൻ പെർട്ടിക്കുലർ കറിക്കുലം ഉണ്ട്, സിലബസ് ഉണ്ട്, അത് പ്രകാരം നമ്മൾ പഠിച്ചു വരുന്നു. പക്ഷെ നമുക്ക് ആധ്യാത്മിക തലത്തിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നമ്മളുടെ സമുദായത്തിൽ വളരെ കുറവാണ്. എക്സെപ്റ്റ് സം ബ്രാഹ്മിൻസ്, അവർക്ക് വേദമന്ത്രങ്ങളും ചൊല്ലലും ഉപനിഷത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. അതും ഇന്നത്തെ കാലത്ത് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ പൊതുവെ നമ്മളുടെ ഹിന്ദു സമുദായത്തിൽ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, നമ്മുടെ ഹിന്ദുധർമ്മം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്, അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം, ഗോൾ എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനമ്മയും പറഞ്ഞു തന്നിട്ടില്ല, നമുക്കും അറിയില്ല വേണം. അപ്പൊ നമുക്കതിന് അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല. കാരണം നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളെ വളർത്തി കൊടുത്തില്ല. അത് അവരും കുറ്റമല്ല, അവരുടെ അച്ഛനമ്മമാരും അങ്ങനെ പറഞ്ഞു തന്നില്ല. ഇത് ഒതുങ്ങി നിന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ മാത്രമാണ്.
ഇത് ഒരു പെർട്ടിക്കുലർ വർണ്ണത്തിന്റെ ആശ്രമത്തിന്റെ കുത്തകയല്ല ഭക്തിയുത സേവനം. എല്ലാവർക്കും ഏത് വർണ്ണത്തിനും ഏത് ആശ്രമത്തിനും ഭക്തി ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ചിന്ത അവരുടെ കുത്തകയാണ്. ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഇന്റലിജന്റ് ക്ലാസ് ആയതുകൊണ്ട് അവര് അത് തുടർന്നു പോകുന്നു. ഇന്നത്തെ കാലത്ത് അവരും വളരെ അമാന്തത്തിലാണ് ഈ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും എന്താണ് ആധ്യാത്മിക ജീവിതം എന്ന് നമ്മളെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. മറ്റുള്ള മതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവരുടെ മതത്തിനെ പറ്റി അറിയാം, നമുക്ക് മാത്രമേ അത് അറിയാത്തതുള്ളൂ. അപ്പൊ പ്രഭുപാദ മനസ്സിലാക്കി. കാരണം വെച്ചാൽ പ്രഭുപാദ ഇന്ത്യ വിട്ടിട്ട് അമേരിക്കയില് പാശ്ചാത്യ ദേശത്തിൽ പോകുന്നതിന് മുമ്പേ ഒരുപാട് ട്രൈ ചെയ്തു ഇന്ത്യയിൽ ഇത് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓഫ്കോഴ്സ് പ്രഭുപാദയുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് 61 ഗൗഡ്യ മഠങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. പക്ഷെ എങ്കിലും ഒരു മാസ് മാസ് പോപ്പുലേഷന് ഇത് എത്തിക്കാൻ പറ്റിയില്ല. പ്രഭുപാദയും ട്രൈ ചെയ്തു. പ്രഭുപാദ എവിടെ ചെന്ന് പറഞ്ഞാലും ഭഗവത്ഗീതയും ഭാഗവതത്തിന്റെ കാര്യം പറയുമ്പോ ഇതൊക്കെ നമുക്കറിയാം, എല്ലാവരും അങ്ങനത്തെ ഒരു വളരെ ലൈറ്റായിട്ട് ഇരുന്ന് ഇതറിയാം. കൃഷ്ണനെ പറ്റിയോ നമുക്കറിയാം, കൃഷ്ണനിലെ രാസലീല എല്ലാം 16,008 ഗോപിമാരുടെ കല്യാണം കഴിച്ചതും അതൊക്കെയാണ് അവർ മനസ്സിലായത്. അതായത് അതിന് എന്താണ് സംഗതി, എന്താണ് ഭഗവത്ഗീതയിലെ ഫിലോസഫി ടീച്ചിങ്സ് ഒന്നും അറിയില്ല. പക്ഷെ എന്ത് ചോദിച്ചാലും എനിക്കറിയാം, ഞങ്ങൾക്കറിയാം എന്ന്. അതായത് മറ്റുള്ളവരിൽ നിന്ന് ഈ ഒരു വിദ്യ നേടേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ധാരണ, അതായത് പാശ്ചാത്യ ദേശത്തിലുള്ള വെസ്റ്റേൺ കൺട്രീസിലുള്ളവര് എല്ലാം പെർഫെക്റ്റ് ആണ്, അവരെന്ത് ചെയ്യുന്നു അതിനെ അനുകരിക്കാനുള്ള ഒരു ഇൻക്ലിനേഷൻ നമ്മളുടെ ഇന്ത്യൻസ്, ഏഷ്യൻ കൺട്രീസിന് പൊതുവെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദ അമേരിക്കയിൽ പോയിട്ട് അവരെല്ലാം കൃഷ്ണാമബോധത്തില് ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും, എന്നിട്ട് അവരെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അപ്പോ വെള്ളക്കാരും, അതായത് നല്ല നല്ല സുന്ദരികളായിട്ടുള്ള എല്ലാ പാശ്ചാത്യ ദേശത്തുള്ള ഡിവോട്ടീസും ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്തു കണ്ടപ്പോ ഭയങ്കര അത്ഭുതമായി എല്ലാവർക്കും. അപ്പൊ അവര് ചെയ്യുന്നു പറഞ്ഞാൽ സംതിങ് ഈസ് ദർ. അപ്പൊ പതുക്കെ പതുക്കെ നമ്മളുടെ ഇന്ത്യൻസും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പ്രഭുപാദ ട്രിക്ട് ആക്ച്വലി ഇന്ത്യൻസ്. അവിടുന്ന് തുടങ്ങി നമ്മളുടെ ആ ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു സമ്പ്രദായം എന്താ വെച്ചാൽ അമേരിക്കക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുക, എന്തും കൾച്ചറെല്ലാം അവരെ, അതാണ് നമ്മുടെ വെസ്റ്റേൺ കൾച്ചറെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതും അവിടുന്ന് തുടങ്ങിയപ്പോ ഇവരെയും, അതായത് ഡിവോഷണലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആ ഇന്ത്യൻ ഭക്തന്മാരെ അവരെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെയും ഇൻഫ്ലുവൻസ് ചെയ്തു, ഇന്ത്യൻ ജനതയും ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ടു സിസ്റ്റമാറ്റിക്കലി പ്രൊപ്പഗേറ്റ് സ്പിരിച്വൽ നോളജ്. അപ്പൊ എന്താണ് ഈ ആധ്യാത്മിക ജ്ഞാനം എന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് പ്രഭുപാദ ഉദ്ദേശിച്ചത്. ടു സിസ്റ്റമാറ്റിക്കലി പ്രൊപ്പഗേറ്റ് സ്പിരിച്വൽ നോളജ് ടു സൊസൈറ്റി അറ്റ് ലാർജ്. ഓക്കെ, അതൊരു ഒരു കൂട്ടം ജനങ്ങൾക്ക് മാത്രമല്ല, സൊസൈറ്റി അറ്റ് ലാർജ് എല്ലാവർക്കും എത്തത്തക്ക വിധത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. അതാണ്. പിന്നെ ഒന്നില് ബി, ഒരു മിനിറ്റ്, സോറി, to educate all pupils in the techniques of spiritual life. എന്താണ് ആധ്യാത്മിക ജീവിതം, എങ്ങനെ നയിക്കണം, ഓക്കെ, ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതിയും കൂടിയിട്ട്, ആ ഒരു പർപ്പസും കൂടി ഇതിലുണ്ട്. പിന്നെ സി, ഇൻ ഓർഡർ ടു ചെക്ക് ദ ഇംബാലൻസ് ഓഫ് വാല്യൂസ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പോ നമ്മുടെ ജീവിതത്തില് പല വാല്യൂസ് ഉണ്ട്. നമ്മൾ കൂടുതൽ അതിന് ഒരു വാല്യൂ കൊടുക്കുന്നത് മെറ്റീരിയൽ ലൈഫിനാണ്. പക്ഷെ അതിലപ്പോ മെറ്റീരിയൽ ലൈഫ് കൂടുമ്പോൾ സ്പിരിച്വൽ ലൈഫ് ഒന്നുമില്ല, നമ്മൾ ടോട്ടലി ഇംബാലൻസ് ആവും. അപ്പൊ നമുക്കൊരു ബാലൻസ് കൊണ്ടുവരണം. അപ്പൊ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ഓൺലി വി ഷുഡ് നോട്ട് ബി എ ടോട്ടൽ ഗ്രോസ് മെറ്റീരിയലിസ്റ്റ്, അല്ലെ? അപ്പൊ നമുക്ക് ആധ്യാത്മിക ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ സംസാര സാഗരത്തില് ജനിച്ചും മരിച്ചും പോകേണ്ടി വരും. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംബാലൻസ്. സോ വി ഷുഡ് പാരലലി ടേക്ക് നമ്മളുടെ മെറ്റീരിയൽ ലൈഫിനെ ഒത്ത് സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകണം. സോ ഇൻ ഓർഡർ ടു ചെക്ക് ദ ഇംബാലൻസ് ഓഫ് വാല്യൂസ് ഇൻ ലൈഫ്, വെറും മെറ്റീരിയൽ ആയി ഭൗതിക ജീവിതം മാത്രം നയിച്ചാൽ പോരാ,
നമ്മൾ ആധ്യാത്മിക ജീവിതവും നയിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി അതിൽ ഉണ്ടായിരുന്നു ഈ സൊസൈറ്റി സ്ഥാപിക്കാൻ. ഡി, ടു അച്ചീവ് റിയൽ യൂണിറ്റി ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. എന്താണ് റിയൽ യൂണിറ്റി? ഇപ്പൊ നമ്മളുടെ യുണൈറ്റഡ് നേഷൻ ഒക്കെ ഉണ്ട്. യുണൈറ്റഡ് നേഷൻ എല്ലാ രാജ്യങ്ങളെയും യുണൈറ്റ് ചെയ്യാനുള്ള ഒരു നേഷൻ. പക്ഷെ യുണൈറ്റഡ് നേഷനിൽ എത്ര കോടികളാണ് അവിടെ? ആ ജനീവയിലെ യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസിന് മുമ്പിൽ പോയ പറഞ്ഞത് എത്ര രാജ്യങ്ങളുടെ അത്രയും കോടികളാണ്. വെർ ഇസ് യൂണിറ്റി ഇൻ ദാറ്റ്? യൂണിറ്റി ആണെങ്കിൽ there should be only one flag. യുധിഷ്ഠിര മഹാരാജിന്റെ സമയത്ത്, പരീക്ഷിത് മഹാരാജിന്റെ സമയത്ത് under one emperor, under one flag, the whole countries were led by these great personalities. അവിടെ ഭിന്ന തരത്തിലുള്ള വിഭിന്ന ഫ്ലാഗുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളതിനെങ്കിലും കൂടി എല്ലാവർക്കും ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും ഭിന്നമായിട്ടുള്ള ഫ്ലാഗുകളും ഭിന്നമായിട്ടുള്ള അജണ്ടകളാണ് ഉള്ളത്. അപ്പൊ ഇതുകൊണ്ട് കൃഷ്ണ കോൺഷ്യസ്, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡിവോട്ടീസ് ഫ്രം അമേരിക്ക, ഡിവോട്ടീസ് ഫ്രം ചൈന, ഫ്രം റഷ്യ, ഫ്രം യൂറോപ്പ്, ഫ്രം ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, എല്ലാവരും വരുമ്പോ നമുക്ക് ഒരു യൂണിറ്റി തോന്നുന്നുണ്ട് അല്ലെ? മേ ബി ദേ ആർ ഇൻ വൈറ്റ് ബോഡീസ് ഓർ ബ്ലാക്ക് ബോഡീസ് ഓർ ബ്രൗൺ ബോഡീസ്. ഓക്കെ, നമുക്ക് കൾച്ചറലി ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അപ്പൊ നമുക്ക് ഒരു ഡിവോട്ടീസ് വി ഫീൽ നമ്മുടെ ഒരു ഫീലിംഗ് വരും. സോ ആ ഒരു ഫീലിംഗ് മറ്റുള്ള ഒരു ഭൗതിക തലത്തിൽ നമുക്ക് കിട്ടില്ല. നമ്മളൊരു റഷ്യക്കാരന് റഷ്യനായിട്ടും അമേരിക്കക്കാരന് അമേരിക്കക്കാരനായിട്ടും, അതായത് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായി. പക്ഷെ ഡിവോട്ടി അമേരിക്കക്കാരനായിക്കോട്ടെ, ആഫ്രിക്കക്കാരനായിക്കോട്ടെ, ചൈനക്കാരനായിക്കോട്ടെ, പാകിസ്ഥാനായിക്കോട്ടെ, നമുക്ക് അപ്പോൾ ആ ഒരു ഡിവോട്ടി ഉള്ള ഫീലിംഗ്, ഒരു അടുപ്പം നമുക്ക് കാണും. അവിടെ ജാതി, മതം, രാഷ്ട്രം എന്നുള്ള അത് ഇവിടെ വരുന്നില്ല അല്ലെ? ഇപ്പൊ നമ്മളുടെ ഇപ്പം ഞങ്ങളൊക്കെ അബുദാബിയുടെ സമയത്ത് ഉമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. ഡിവോട്ടീസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കം. നമ്മുടെ അവിടെ പ്രോഗ്രാം വരും. കുറെ ആൾക്കാരൊക്കെ നമുക്ക് വി ആർ ഫോർച്ചുനേറ്റ് ടു ഹോസ്റ്റ് ദം അറ്റ് ഹോം. അവരൊക്കെ താമസിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. മുസ്ലിംസ് ഉണ്ട്. ദേ ആൾ സ്റ്റേഡ് ഇൻ അവർ ഹൗസ്. അപ്പൊ നമുക്ക് തോന്നില്ല ഒരു മുസ്ലിമാണ്, അയ്യോ ഇങ്ങനെ നമുക്ക് ആ ഒരു ഇതില്ല, അങ്ങനത്തെ ഒരു തോന്നലില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യൻസ്, പക്ഷെ ദേ ആർ പ്യൂർ ഡിവോട്ടീസ്. ദേ ഹാവ് ബിക്കം ഡിവോട്ടീസ്. ദേ ഹാവ് ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ദേ ഹാവ് ബിക്കം പ്യൂർ ഡിവോട്ടീസ്. അപ്പൊ നമ്മളുടെ എന്നുള്ള ഒരു ഇത്, പക്ഷെ നേരെ മറിച്ച് ആ യൂണിറ്റി ഇല്ലെങ്കിൽ, ആ ഒരു ഡിവോട്ടി എന്നുള്ള ആ ഒരു സ്റ്റാമ്പ് ഇല്ലെങ്കിൽ വി ഹാവ് ദാറ്റ് ഡിസ്റ്റൻസ് അല്ലെ? ആ ഡിസ്റ്റൻസ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പോൾ ടു അച്ചീവ് റിയൽ യൂണിറ്റി ആൻഡ് വാട്ട് ഇസ് ദാറ്റ്? ടു അച്ചീവ് റിയൽ യൂണിറ്റി ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. സമാധാനം അപ്പോഴേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ലൈക്ക് മൈൻഡഡ് ആവുമ്പോഴാണ്, ഒരേ ചിന്താഗതി. ഭഗവാൻ കൃഷ്ണനെ നമ്മൾക്ക് മധ്യ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഒരേ പ്രിൻസിപ്പിളിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പീസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആൻഡ് ഡിഫറെന്റ് വേസ് ഓഫ് തിങ്കിങ്. അപ്പൊ അതുകൊണ്ട് പീസ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും കൂടി ഒരു ഉദ്ദേശമുണ്ട്. നമ്പർ 2, ടു പ്രൊപ്പഗേറ്റ് എ കോൺഷ്യസ്നെസ് ഓഫ് കൃഷ്ണ ആസ് ഇറ്റ് ഈസ് റിവീൽഡ് ഇൻ ദ ഭഗവത്ഗീത ആൻഡ് ദ ശ്രീമദ് ഭാഗവതം. അപ്പോ ഇതിന്റെ ഈ എഡ്യൂക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്തിനെ ആധാരമാക്കിയിട്ടാണ്? ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതത്തിന്റെയും ആധാരമാക്കിയിട്ടാണ് കംപ്ലീറ്റ് ഈ വിദ്യ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിലോസഫിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസ്, ഇതിന്റെ ആധാരം. അപ്പൊ അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പൊ കൃഷ്ണ കോൺഷ്യസ്നസ് എങ്ങനെ നമുക്ക് 24 മണിക്കൂറും നമ്മളുടെ മെറ്റീരിയൽ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ സമയത്തും കൂടി കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസിസ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതം. Number 3, to bring the members of the society together with each other nearer to Krishna. അപ്പൊ എല്ലാ മെമ്പേഴ്സിനെയും ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴിയായിട്ടാണ്. ദ പ്രൈം എൻറ്റിറ്റി, ആരാണ് പ്രൈം എൻറ്റിറ്റി? കൃഷ്ണ ഭഗവാൻ. Thus to develop the idea within the members and humanity at large that each soul is part and parcel of the quality of Godhead Krishna. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ, അതായത് നമ്മളെല്ലാവരും ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസല എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്കെല്ലാം ഭഗവാന്റേതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്. ഓക്കെ, ബിക്കോസ് വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് സുപ്രീം ലോർഡ്. മാമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന. ഓക്കെ, അപ്പൊ ഇത് ആർക്കും അറിയില്ല, ഭഗവത്ഗീതയിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ.
ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പേ നമുക്കിത് ആർക്കെങ്കിലും അറിയോ? അത് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണെന്ന് അറിയില്ല. അവിടെയും ഇവിടെയും ബിറ്റ്സ് ആൻഡ് പീസസ് അങ്ങനെ ഇങ്ങനെ അറിയാന്നല്ലാണ്ട്, പക്ഷെ അതിന്റെ ശരിക്കുള്ള ഫിലോസഫി നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ശ്ലോകം വായിച്ചിട്ട് മറ്റുള്ള ഡിവോട്ടീസിനെ അതിനെ ശരിക്കും ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. ഭഗവാന്റെ ക്വാളിറ്റി നമുക്കുണ്ട്, എല്ലാ ക്വാളിറ്റിയും, പക്ഷെ ഇൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റി. ഇതാണ് നമ്മൾ മനസ്സിലായത്. നമ്മൾ ഭഗവാനല്ല, ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട്, പക്ഷെ ഇൻ വെരി വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റി. എങ്ങനെ ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം എടുത്ത് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദ ഹോൾ ഓഷ്യന്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുമ്പോഴും സെയിം ക്വാളിറ്റി തന്നെ കിട്ടുന്നു. പക്ഷെ ഒരു ഡ്രോപ്പില് അതിന്റെ വളരെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആയിരിക്കും. ദ ഹോൾ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടും. അപ്പൊ ഭഗവാൻ ഒരു ഓഷ്യൻ ആണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ഇൻ ദാറ്റ് ഓഷ്യൻ. ഓക്കെ, അപ്പൊ അണു ആൻഡ് വിഭു. നമ്മൾ എന്താണ്? അണു മീൻസ് ഡ്രോപ്പ്, ആറ്റം. വിഭു മീൻസ് ഇസ് ഗ്രേറ്റ്. സോ വിഭു is equal to the ocean, Anu is equal to the drop in the ocean. Number 4, to teach and encourage the Sankirtan movement, congregational chanting of the holy names of God as revealed in the teachings of Sri Chaitanya Mahaprabhu. നാലാമത്തെ ഉദ്ദേശം, അതിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ നാമസങ്കീർത്തനം, അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ യുഗത്തിനും ഓരോ മെത്തേഡ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ. ഓക്കെ, കൃതേ ധ്യായതവും വിഷ്ണു, ത്രേതായം യച്ഛതോമൊക്കെ, ദ്വാപരെ പരിചര്യായം, കലൗ തദ് ഹരികീർത്തനാണ്. അപ്പൊ കലിയുഗത്തില് ഈശ്വര സാക്ഷാത്കാരത്തിന് എന്താണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? നാമസങ്കീർത്തനം. യജ്ഞാനാം ജപയജ്ഞോസ്മി. അപ്പൊ കലിയുഗത്തില് നമ്മളുടെ എന്താണ് വഴി? ഈശ്വര സാക്ഷാത്കാരത്തിന് സങ്കീർത്തനം, നാമസങ്കീർത്തനം. പഞ്ചതത്വാത്മകം കൃഷ്ണം, അതല്ല, മറ്റേ ശ്ലോകം എന്താ? ചൈതന്യ മഹാപ്രഭുവിന്റെ what is that starting? സുമേധസ, ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ല 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 മറ്റേ യജന്തി ഹി സുമേധസ ലാസ്റ്റ് വരുന്നത്. ഉമ്മ എന്താണ് സ്റ്റാർട്ടിങ്? യജ്ഞേർ സങ്കീർത്തന പ്രായർ യജന്തി ഹി സുമേധസ. കൃഷ്ണവർണം തിസാ കൃഷ്ണം സങ്കോപാങ്കാസ്ത്ര പാർഷദം. ഓക്കെ, യജ്ഞേർ സങ്കീർത്തന പ്രായർ യജന്തി ഹി സുമേധ. യജ്ഞേർ സങ്കീർത്തന എന്താണ്? യജ്ഞ സങ്കീർത്തന, സങ്കീർത്തന യജ്ഞമാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി സങ്കീർത്തന യജ്ഞയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ സത്യയുഗത്തിലോ ഉള്ള യജ്ഞങ്ങളല്ല. അന്ന് അശ്വമേധ യജ്ഞ, ഈ യജ്ഞ, ആ യജ്ഞ, പല യജ്ഞങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഈ കലികാലത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. കലികാലത്തിലെ നാമസങ്കീർത്തന യജ്ഞയാണ്. അതാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു. കോൺഗ്രിഗേഷണൽ ചാൻഡിങ് ഓഫ് ദ ഹോളി നെയിംസ് ഓഫ് ഗോഡ് ആസ് റിവീൽഡ് ഇൻ ദ ടീച്ചിങ്സ് ഓഫ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവാണ് നമുക്കത് പറഞ്ഞു തന്നിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാൻ കൃഷ്ണ ഹിംസെൽഫ്. ഓക്കെ, ഹി ഈസ് ദ ഗോൾഡൻ അവതാര ഇൻ ദ ഏജ് ഓഫ് കലി. കൃഷ്ണ കെയിം ഇൻ ഡിസ്ഗൈസ്. ചരണാവതാരം എന്ന് പറയുന്നു, അതായത് ഹിഡൻ അവതാരം. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഈസ് നോട്ട് അവതാരം, ഈസ് അവതാരി. അവതാരി എന്ന് പറഞ്ഞാൽ ഫ്രം ഹൂം ഓൾ ദ അവതാരാസ് എമിനേറ്റ്. ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനത്തിന്റെ ഇനോഗ്രേഷൻ ചെയ്തു. അതാണ് കലികാലത്തിലെ ബദ്ധാത്മാക്കളായിട്ടുള്ള നമുക്ക് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യജ്ഞം. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. To erect for the members and for society at large a holy place of transcendental pastimes dedicated to the personality of Krishna. അപ്പോൾ ടെമ്പിൾസ്, ഓക്കെ, അതായത് നല്ല ഗോർജിയസ് ആയിട്ടുള്ള ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള ഭക്തന്മാരെ ആകർഷിപ്പിച്ച്
അവിടേക്ക് വരുത്തി അവരെ ഇതെല്ലാം പഠിപ്പിച്ച് അവരെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു മാധ്യമം. ഓക്കെ, അതും കൂടിയാണ് ഇതിന്റെ പർപ്പസ്. ടു എറക്ട് ഫോർ ദ മെമ്പേഴ്സ് ആൻഡ് ഫോർ സൊസൈറ്റി അറ്റ് ലാർജ് ഹോളി പ്ലേസ് ഓഫ് ട്രാൻസെൻഡൽ പാസ് ടൈംസ് ഡെഡിക്കേറ്റഡ് ടു ദ പേഴ്സണാലിറ്റി ഓഫ് കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഹോളി പ്ലേസസും ടെമ്പിൾസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്പർ 6, to bring the members closer together for the purpose of teaching a simpler and more natural way of simple life, high thinking. അതല്ലേ? അപ്പോ എല്ലാ മെമ്പേഴ്സിനും, അപ്പൊ ഇതിലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരുമിച്ച് കൊടുന്ന് അവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ വേ ഓഫ് ലൈഫ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നു, മോഡേൺ ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ അത് കഴിയുമെങ്കിലും ഇല്ലെങ്കിലും കൂടിയിട്ട്. പക്ഷെ അതിന് ഉപരിയായിട്ട് നമ്മൾ വളരെ വളരെ നേച്ചറായിട്ട് നമ്മൾ എന്താ പറയാ ഇഴകിച്ചേർന്ന് നമ്മളെ ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ്. നമ്പർ 7, with a view towards achieving the aforementioned purposes, to publish and distribute periodicals, magazine, books and other writing. അപ്പോൾ ഈ 6 കാര്യങ്ങളെയും നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിന് വേണ്ടുന്ന പീരിയോഡിക്കൽസും മാഗസിൻസും ബുക്സും ആർട്ടിക്കിൾസും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് 7 പർപ്പസസ് ഓഫ് ISKCON, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കമന്റ്സോ ഉണ്ടോ? പ്രഭുജി, 7th ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി പറയാമോ? വിത്ത് ദ വ്യൂ ടുവേർഡ്സ് അച്ചീവിംഗ്. ഇപ്പൊ ഈ 6 ഉദ്ദേശങ്ങൾ 6 പോയിന്റ്സിനെയും അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതെല്ലാം റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പബ്ലിഷ് ചെയ്യണം ബുക്സ്, സ്പിരിച്വൽ ബുക്സ്. പ്രഭുപാദ എന്താണ് ചെയ്തത്? പ്രഭുപാദ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത എല്ലാം സംസ്കൃത് ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രഭുപാദയുടെ ഭക്തന്മാര് എല്ലാ റീജിയണൽ ലാംഗ്വേജിലും എല്ലാ രാജ്യത്തിലെ ലാംഗ്വേജിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നാൽ അവർക്ക് അത് വായിക്കാം. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൊള്ളുന്നില്ല. നമുക്ക് സംസ്കൃതം അറിയില്ല. അപ്പൊ പ്രഭുപാദ അതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്, ഈവൻ ഇന്ത്യൻസിന് കൂടി. അപ്പൊ അതില് വളരെ ഈസി സിമ്പിൾ ലാംഗ്വേജിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് മനസ്സിലായി. പിന്നെ പ്രഭുപാദ ഡിസൈപ്പിൾസ് മറ്റുള്ള ഇപ്പോ ചൈനീസ്, ഉറുദു, ജാപ്പനീസ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നിങ്ങനെയുള്ള പല പല ഭാഷകളിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാം അപ്പോ ഐ തിങ്ക് അബൌട്ട് 90 ലാംഗ്വേജസിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് പ്രഭുപാദ ഈ ബുക്കുകളെല്ലാം. പ്രഭുപാദരെ അതേ പാതയിൽ തന്നെ പിന്തുടരാണ് പ്രഭുപാദ ഡിസൈപ്പിൾസ്. പ്രഭുപാദ ഓരോ കാര്യങ്ങളും പ്രഭുപാദ കംപ്ലീറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ് ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രഭുജി 5th ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ പ്രഭുജി? 5th, to erect for the members and for society at large a holy place of transcendental pastimes dedicated to the personality of Krishna. അതായത് ചുരുക്കത്തില് ടെമ്പിൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് ടെമ്പിൾസ് പ്രഭുപാദ ഈ ഭൗതിക ലോകം വിട്ടുപോകുന്നതിന് മുമ്പേ 108 ടെമ്പിൾസ് സ്ഥാപിച്ചു. 108 സെന്റേഴ്സ്. അതിൽ കുറെയൊക്കെ നല്ല നല്ല വലിയ വലിയ ടെമ്പിൾസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ പ്രഭുപാദ പോകുന്നതിന് മുമ്പേ വൃന്ദാവൻ, മുംബൈ, കൽക്കത്ത, മായപ്പൂർ ടെമ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ബോംബെ ടെമ്പിൾ ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. ആൻഡ് വൃന്ദാവനത്തെ ആയിട്ടുണ്ടായിരുന്നു, കൽക്കത്ത ഉണ്ടായിരുന്നു. പക്ഷെ മായപ്പൂർ ആയിട്ടുണ്ടായിരുന്നില്ല. അത് മെയിൻ ആയിട്ടുള്ള ടെമ്പിൾ ഇന്ത്യയില്. പിന്നെ സെന്റർ ഹൈദരാബാദ്, മറിച്ച് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ പുറമെയുള്ള രാജ്യങ്ങളിൽ എല്ലാ യൂറോപ്യൻ കൺട്രീസിനും പ്രസൻസ് ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് USA ആൻഡ് യൂറോപ്പ്, ലൈക്ക് ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, സ്വീഡൻ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പ്രസൻസ് ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ടെമ്പിൾ ഇല്ലെങ്കിലും വലിയ ടെമ്പിൾ ഇല്ലെങ്കിലും കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോ
അങ്ങനെ ടെമ്പിൾ ഉണ്ടാക്കിയല്ലോ, വലിയ ഗോർജിയസ് ടെമ്പിൾ ആണെങ്കിൽ ആൾക്കാര് അട്രാക്ട് ചെയ്യപ്പെടും. സംതിങ് ബിഗ്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് ടു അട്രാക്ട് ദ ജനറൽ മാസ് he wanted ബിഗ് ടെമ്പിൾസ്, ഗോർജിയസ് ടെമ്പിൾ. ഇപ്പൊ സാധാരണ ഒരു ഹട്ടോ അല്ല ഉണ്ടാക്കി ആരെങ്കിലും വരും? ആരും വരില്ല. അപ്പൊ പ്രഭാതോട് ചോദിച്ചു പല ആൾക്കാരും, എന്തിനാ, why do you want to spend money and make such big temples? Instead you can use this some philanthropical activities. അപ്പോ പ്രഭാത് പറഞ്ഞു, ശരിയാണ്, നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ടെമ്പിൾ ഉണ്ടാക്കിയാൽ മതി, പക്ഷെ ആര് വരും? എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ കണ്ടാണ് അവർ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ചെറിയൊരു കുടിലുണ്ടാക്കി അതിൽ കൃഷ്ണ കോൺഷ്യൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫോറിനേഴ്സ് വരും? ഏതെങ്കിലും നല്ല റിച്ച് ഫാമിലീസ് എന്നുള്ള അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ് എന്ന ആൾക്കാർ വരും? ഇല്ല. അപ്പൊ അവരെ ആകർഷിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗോർജിയസ് ടെമ്പിൾസ് വേണം, നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ട്. അപ്പൊ നല്ല ഗോവിന്ദാസ് റെസ്റ്റോറന്റ്, പിന്നെ നല്ല അക്കോമഡേഷൻ, ഗസ്റ്റ് ഹൗസ്, ആൻഡ് ഗോർജിയസ് ഫർബിഷിങ്സ്, ഇതെല്ലാം ചെയ്തിട്ട് നല്ല നല്ല ടെമ്പിൾസ്. അങ്ങനെ അതാണ് ഒരു ഉദ്ദേശം. അപ്പൊ എല്ലാവരെയും അട്രാക്ട് ചെയ്യണ്ടേ? അപ്പോൾ ഈ സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനെയും പ്ലസ് ജനറൽ മാസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വലിയ വലിയ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പ്രഭാത മായപ്പൂരില് വലിയ റൂം ഉണ്ടായിട്ടും യൂസ് ടു സ്റ്റിൽ സ്റ്റേ ഇൻ ദാറ്റ് സ്മോൾ ടാച്ച് റൂഫ് ഹട്ട്. തന്റെ ഭക്തന്മാര് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വന്ന ഭക്തന്മാരാണ്. അവരൊന്നും നമ്മുടെ നാട്ടിലെ ഈ സ്റ്റൈലിൽ ജീവിച്ചിട്ടില്ല. അവരുടെ കംഫർട്ട് ലെവലിൽ ജീവിച്ച ആൾക്കാരാണ്. അവർക്ക് നല്ലൊരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കണ്ടേ, എന്നാലേ അവർക്ക് അവിടെ ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും അവരിതെല്ലാം സഹിച്ചു. മോസ്കിറ്റോ, മലേറിയ, ഇതെല്ലാം എല്ലാ അസുഖങ്ങളും വന്നിട്ടും പ്രഭുപാദിക്ക് വേണ്ടി മാത്രമാണ് അവർ ഇതെല്ലാം സഹിച്ചിട്ട് ഇന്ത്യയിൽ ഇരുന്നത്. അല്ലെങ്കിൽ അവർ വളരെ കംഫർട്ടബിൾ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അമേരിക്കയിലും യൂറോപ്പിലും. അതെല്ലാം വിട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഗുരുഭക്തി മാത്രമാണ് ഇതെല്ലാം സഹിച്ച് അവർ ഇന്ത്യയിൽ വന്നിട്ട് ഈ എക്സ്ട്രീം ക്ലൈമറ്റിൽ, എസ്പെഷ്യലി സമ്മറൊന്നും ഒരിക്കലും അവർക്ക് യൂറോപ്യൻസിനും അമേരിക്കനൊന്നും താങ്ങാൻ പറ്റാത്ത സമ്മറായിരുന്നു. പക്ഷെ ജസ്റ്റ് ടു പ്ലീസ് പ്രഭുപാദ they all sacrificed and stayed there, and they personally took care of everything. Pandal program, okay, വലിയ അന്നത്തെ ഇവിടുത്തെ ബോംബെയിലെ കൽക്കത്തയിലൊക്കെ പണ്ടൽ പ്രോഗ്രാം ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു. കാരണം എന്തായിരുന്നു? എല്ലാവരും കാണാൻ വരും. വൈറ്റ് എലിഫൻസ് എന്നാ പറയുന്നത് ഇവരെ. ആരെ? അമേരിക്കൻസിനും യൂറോപ്യൻസും വന്ന പ്രഭുപാദ ഡിസൈപ്പിൾസ്. അത് മെൻ ആസ് വെൽ ആസ് ലേഡീസ്. അവരെ കണ്ട് വൈറ്റ് എലിഫൻസ്. അവരെല്ലാം സാരി എടുത്ത്, പഞ്ചകച്ച എടുത്ത്, തിലകം തൊട്ട് ഷീക്കിയും വെച്ചിട്ട് സ്ട്രീറ്റ് നഗരങ്ങളിലൂടെ ഹരിനാമം സങ്കീർത്തനം പാടിയിട്ടാണ് അവരിങ്ങനെ പോയിരുന്നത്. ഇതെല്ലാം ഒരിക്കലും എവിടെയും കാണാത്തൊരു കാഴ്ചയാണ് ഇന്ത്യയിൽ കാട്ട്. എന്താണ് നടക്കുന്നത്? അപ്പൊ അവരെല്ലാം വളരെ വളരെ ആകസ്മികമായി അട്രാക്റ്റഡ് ആയി. അപ്പൊ ഇവിടെ ക്രോസ് മൈതാനിലെ പണ്ടൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നിരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ. എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു പന്തൽ പ്രോഗ്രാമിനാണ് രാധാനാഥ് സ്വാമി മഹാരാജും ലോകനാഥ് സ്വാമി മഹാരാജും 1971 അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്നാണ് ഈ രണ്ട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, ജെംസ്, ദാറ്റ് ടു സന്യാസി ഡിസൈപ്പിൾസ് ഓഫ് പ്രഭുപാദ, അവരാണ് ആ പന്തൽ പ്രോഗ്രാം എന്നാണ് അവർക്ക് കിട്ടിയത്. അപ്പോ ഓരോ അങ്ങനെ പന്തൽ പ്രോഗ്രാം വെച്ചു, അവരെല്ലാം അട്രാക്ട് ആയി. And they got very very good disciples and good, they have become sannyasis now. They are all very exalted devotees, senior disciples of Prabhupada. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഇവരെ കിട്ടുമായിരുന്നു ഈ ജെംസിനെ? പ്രഭുപാദ ഇവിടെ ന്യൂയോർക്കില് 26th Avenue ആ ടെമ്പിളിലൊക്കെ എഴുതണു. അപ്പോ ക്ലാസ്, ഭാഗവതം ക്ലാസ്, സൺഡേ ഡേ ആണ് ഭാഗവതം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗിരിരാജ് സ്വാമി മഹാരാജ് ഉണ്ട്. അന്ന് ഗിരിരാജാണ്. ഗിരിരാജും ഇനീഷ്യലും കൂടി നടന്നില്ല, അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല എന്താണ്. അപ്പൊ അന്നൊക്കെ വളരെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പ്രഭുപാദയുടെ ലെക്ചർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹിപ്പി ഫുൾ ഓൺ LSD, കംപ്ലീറ്റ്, ഹീസ് ഔട്ട്,
ഒരു ചുരുങ്ങിയത് ഒരു 5-6 മാസം കുളിച്ചിട്ടില്ല അദ്ദേഹം. അങ്ങനത്തെ ഒരു 5-6 മാസം കുളിച്ച ഡിബേറ്റ് പറഞ്ഞ 5-6 മാസം കുളിച്ചിട്ടുണ്ടാവില്ല. സ്റ്റിങ്കിങ് ലൈക്ക് എനിത്തിങ്, ഓൾ ടോൺ ക്ലോസ് ആൻഡ് നോട്ട് ഓൺ ഹിസ് അവരെ ഒരു കോൺഷ്യസ്നെസ്സും ഇല്ല. അങ്ങനെ ആടി പാടിയിട്ട് അവിടെ വന്നിട്ട് നിന്ന് he was making a lot of problems there. Okay, he was making that place havoc. അപ്പൊ ഗിരിരാജ് ഇന്നത്തെ ഗിരിരാജ് സ്വാമി മഹാരാജ് അദ്ദേഹത്തിനെ പിടിച്ച് he wanted to take him out because he was making problem there. ക്ലാസ്സിനെ എഫക്ട് ചെയ്യുന്നു. ഒരുപാട് ട്രൈ ചെയ്തു, but he was not willing to leave at all. He wanted to stay there. Okay, but he was creating problems. So the devotee didn't want his presence there. But after so much tussle with him, he could not do that. അപ്പൊ പ്രഭുപാദ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു ഗിരിരാജ്, let him stay there. അപ്പൊ പിന്നെ പ്രഭുപാദ പറഞ്ഞപ്പോ ഗിരിരാജ് സ്വാമി മഹാരാജ്, അന്നത്തെ ഗിരിരാജ് സ്വാമി ജസ്റ്റ് ലെഫ്റ്റ് ഹിം. ആരും അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നില്ല. സോ സ്റ്റിങ്കിങ്, കാണിച്ചേ എത്രയോ കാലമായിട്ട് കുളിച്ചിട്ടില്ല അത്ര, ഒരു കോൺഷ്യസ്നെസ്സും ഇല്ല. ടോട്ടലി LSD ഇൻടോക്സിൻ കഴിച്ചിട്ട് അങ്ങനെ ഉള്ളൊരു ഇതിലാണ്. അങ്ങനെ അദ്ദേഹം കുറച്ച് അവിടെ ഇരുന്നു, ആ ക്ലാസ് മുഴുവൻ ഇരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. പ്രഭുപാദ അദ്ദേഹത്തിനെ വാച്ച് ചെയ്യണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഗ്ലാൻസ്, പ്രഭുപാദയുടെ ഗ്ലാൻസിന്റെ ആ ഒരൊറ്റ ഒരു നോട്ടം കാരണം he started coming again and again. അപ്പൊ പിന്നെ വരുമ്പോ അദ്ദേഹം അങ്ങനെ അധികം യൂസ് ചെയ്യാൻ തുടങ്ങില്ല. He became serious. He left everything. Okay, and he became a pure devotee. He got initiated, and his name is Kusha. I forgot his name. Kushakrita Das Prabhu. അദ്ദേഹം സ്വയം പറയാണ് Kushakrita Das Prabhu. He came to India, learned Bengali, Sanskrit and Gaudiya. ഇതിലുള്ള എല്ലാ കുറെ പുസ്തകങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരുപാട് പുസ്തകങ്ങൾ ബംഗാളി സംസ്കൃതത്തിലെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. വൃന്ദാവനില് he stayed there. He never left. Then he left his body there only in Vrindavan. He didn't want to go back. അപ്പോ അന്ന് പ്രഭുപാദ ആ ഒരു മേഴ്സി കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ജന്മനെ കിട്ടുമോ? So that is the glance of the compassion of a pure devotee. Okay, അദ്ദേഹം സ്വയം പറയാണ്. അപ്പോ ആദ്യം പ്രഭുപാദ ആദ്യത്തെ ദിവസം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ പറഞ്ഞു, I just requested, I just prayed when you came on that first day and you were insisting to stay, although the devotees didn't want you to stay there. I just prayed to Krishna that let Krishna make him a pure devotee. പ്രഭുപാദ പറഞ്ഞാണത്. പിന്നീട് when he became a devotee, Prabhupada, how is that you accepted me and you empowered me to do all these things? It is just because I prayed on that very first day when you came. I prayed to Lord Krishna to make you a pure devotee. Okay, Prabhupada our prayers Krishna ketu because the request is coming from a pure devotee. അങ്ങനെ എത്ര devotees ആണ്. ഒരു ഇതല്ല, ഒരുപാട് അങ്ങനെ ആ സമയത്തുള്ള എല്ലാവരും. So he made all the hippies into happies. അതാണ് ചെയ്തത്. ഒരുപാട് ഹിപ്പികളെ എല്ലാം ഇൻടോക്സിക്കൻറ്റ്. ഇപ്പൊ ഞാൻ ഒരു ഇത് കേൾക്കായിരുന്നു, ഐന്ദ്രപ്രഭു വൃന്ദാവനില്. ഓക്കെ, ഐന്ദ്രപ്രഭു 1986 24 hours കീർത്തൻ ഇനോഗ്രേറ്റ് ചെയ്ത. അത് ഇന്നും നടക്കുന്നു. 2007 he left the body. ഐന്ദ്രപ്രഭു 2007 I think 2007 or 2010 he left the body. Okay, but അതുവരെ 24 വർഷം, 33 വയസ്സിൽ വന്നിട്ട് 57ാമത്തെ വയസ്സിലാണ് he left the body. He never went back. He is an American body. എന്താ ചെയ്തറിയോ? വൃന്ദാവനത്തിൽ വന്ന് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, കാടായിരുന്നു, മോസ്കിറ്റോം, എക്സ്ട്രീം ക്ലൈമറ്റും. സിംഗിൾ ഹാൻഡഡ്ലി സ്റ്റാർട്ടഡ് ആൾമോസ്റ്റ് 12-16 hours വിൽ ഡു കീർത്തൻ. പിന്നീടാണ് കുറച്ച് ആൾക്കാർ വന്നിട്ട് സഹിക്കാൻ, പിന്നെ 24 hours കീർത്തനായി. സോ ഒരു ഹാർമോണി ഉണ്ട്, കാലിലൊരു ചെലങ്ക പോലെ കിട്ടും, അത് കർത്താളായിട്ട് ഇങ്ങനെ കാല് കൊട്ടിയിട്ട് അതിനെ യൂസ് ചെയ്യും. അങ്ങനെ കീർത്തൻ പാടി പറ്റിയിട്ട് such a pure devotee, 24 hours he continually stayed there.
ഓക്കെ, ആ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഡിവോട്ടി, അമേരിക്കൻ പേഴ്സൺ staying in the forest of Vrindavan without any comfort, just to please Prabhupada. He stayed there 24 hours. Kirtan, 24 hours Kirtan ചൊല്ലിയിട്ട് അപ്പൊ ഒരു റഷ്യൻ ഒരു പയ്യൻ 17-18 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ അവിടെ വൃന്ദാവനിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കീർത്തൻ കുറച്ച് അറ്റൻഡ് ചെയ്ത് അദ്ദേഹം പറഞ്ഞാത്രേ, I have taken all types of intoxicants. ഞാൻ എടുക്കാത്ത ഇനി ഇൻടോക്സിക്കൻസ് ഒന്നുമില്ല. ഓക്കെ, എന്തെല്ലാം എനിക്ക് കിക്ക് തരുന്നു, എന്നെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്നു, അതെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ ആഫ്റ്റർ അറ്റൻഡിങ് ദിസ് ഹിസ് കീർത്തൻ, I have not enjoyed such a high intoxicant in my own life, in my whole life. So I decided to leave everything, all other intoxicants, and started joining him, and he joined, and he became a Kirtaniya in the company of this Indra Prabhu. So ഇതെല്ലാം പ്യൂർ ഡിവോട്ടീസിന്റെ ആ മേഴ്സിയാണ്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട്. അതായത് അവരുടെ കമ്പാഷൻ, അവരുടെ ഒരു ഗ്ലാൻസ് വീണാ മതി അല്ലേ. സാധുസംഘ സർവശാസ്ത്ര കൊഹേ ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ എന്ന് പറയുന്നത്. ലവമാത്ര എന്താ? ലവമാത്ര എന്ന് പറഞ്ഞാൽ 1/11th of the fraction of second ആണ്. 1/11th of the second ആണ് ലവമാത്ര എന്ന് പറഞ്ഞത്. അപ്പോ അതാണ്. അപ്പൊ ഇങ്ങനത്തെ ടെമ്പിൾസും പ്ലേസസ് ഓഫ് പിൽഗ്രിമേജും കോൺഗ്രിഗേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. അവിടെ സന്ത് ജനങ്ങൾ, സെയിൻലി പേഴ്സണാലിറ്റി, സീനിയർ ഡിവോട്ടീസ് എല്ലാം വരും. അവരുടെ പ്രവചനം കേൾക്കുക. അവരുടെ പ്രവചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കും നമ്മുടെ പ്യൂരിഫിക്കേഷൻ നമ്മൾ അറിയാണ്ട് സംഭവിക്കും. ഓക്കെ, നമ്മളുടെ സ്വന്തം ബലം കൊണ്ടല്ല നമ്മളുടെ പ്യൂരിഫൈ ആവുന്നത്. ഓക്കെ, സീനിയർ ഡിവോട്ടീസിന്റെയും ആചാര്യന്മാരുടെയും അവരുടെ ആ ഒരു മേഴ്സി കൊണ്ടാണ്, അവരുടെ കമ്പാഷൻ കൊണ്ടാണ്. പല സമയത്തും ഡിവോട്ടീസ് ചോദിച്ചു, വാട്ട് ക്വാളിഫിക്കേഷൻ ഡു വി ഹാവ് ടു ഗെറ്റ് പ്യൂരിഫൈഡ്? Prabhupada, no, you didn't have any qualification. I made your qualification now. It is just because of their compassion, their merciful glance, they all got purified. അപ്പൊ അതിനുള്ള ഒരു വേദി ഒരുക്കുക, അതാണ് ടെമ്പിൾ. നൗ TOVP, ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റോറിയം എന്നുള്ള വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിളാണ്. അവിടെ കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് പണിയുന്നത്. 2024 അതിന്റെ ഇനോഗ്രേഷൻ ആവുക. എവറിത്തിങ് സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞ് ഇനി ഒരു ഇന്റീരിയർ എക്സിബിഷൻ, അതും മറ്റതും ഫൈനൽ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. 2024 ബൈ കൃഷ്ണാസ് മേഴ്സി we will be able to witness that temple of Vedic planetarium. ഇതെല്ലാം ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമ്മളുടെ വലിയ വലിയ ഭാഗ്യമാണ് ഇങ്ങനത്തെ ഈ സമ്പ്രദായത്തിൽ വരിക, ഈ സമ്പ്രദായത്തിൽ ഫോളോ ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. ഇതാണ് മാതാജി 5 എറക്ട് ഫോർ ദ മെമ്പേഴ്സ് ആൻഡ് ഫോർ സൊസൈറ്റി അറ്റ് ലാർജ് എ ഹോളി പ്ലേസ് ഓഫ് ട്രാൻസെൻഡന്റൽ പാസ് ടൈംസ് ഡെഡിക്കേറ്റഡ് ടു ദ പേഴ്സണാലിറ്റി ഓഫ് കൃഷ്ണ. അപ്പോൾ ഗുരുജനങ്ങളുടെ ആ വാട്ട് യു കോൾ അസോസിയേഷൻ, അവരുടെ ആ കൃപാ കടാക്ഷം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ശുദ്ധീകരണം നടക്കുന്നു. അതിൻ്റെ കൂടെ നമ്മളുടെ ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ പിന്നെ അത് പറയാനുമില്ല അല്ലേ. അപ്പൊ നമുക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഒരു നല്ലൊരു ഭക്തനായിട്ട് തരണം. അറ്റ് ദ സെയിം ടൈം we are getting the mercy of such saintly personalities. മാധവാചാര്യരുടെ ലൈഫില് ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു മാധവാചാര്യർക്ക്. അപ്പൊ മാധവാചാര്യർ പ്രവചനം ചെയ്യുന്ന സമയത്ത് എല്ലാ ഡിസൈപ്പിൾസും നോട്ട്ബുക്കും പെന്നും ഒക്കെ എഴുതിയിട്ട് നോട്ട്സ് എഴുതാണ്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. ഞാൻ ഇതിന് ഈ നമ്മുടെ ഗുരു മഹാരാജിന്റെ ഇതിന് ഞാൻ കമന്ററി എഴുതും, മറ്റേ ഭക്തം ഞാൻ എഴുതും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയാണ്. ഞാൻ എഴുതും കമന്ററി ഉണ്ട്. അപ്പൊ ഇത് മാധവാചാര്യർ മനസ്സിലായപ്പോ പറഞ്ഞു, നിങ്ങളൊന്നും എഴുതാൻ പറ്റില്ല, ഈ നിങ്ങളെക്കാളും ബെറ്റർ ഇവിടെ നിൽക്കുന്ന എരുമയാണ്.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമ്പോ നിങ്ങളെക്കാളും ബെറ്റർ ഈ നിൽക്കുന്ന എരുമയാണെന്ന് പറഞ്ഞു. എല്ലാവരും സ്റ്റണ്ടായി. അതന്നെ സംഭവിച്ചു. ആ എരുമ അടുത്ത ജന്മത്തിൽ ജയതീർത്ഥ സ്വാമിയായിട്ട് ജനിച്ചു. ആ ജയതീർത്ഥ സ്വാമിയാണ് മാധവാചാര്യരുടെ എല്ലാ കമന്ററിയും എഴുതിയിരിക്കുന്നത്. ജയതീർത്ഥ സ്വാമി. അങ്ങനെ ഗുരു എന്ന് പറഞ്ഞാൽ ഹെവി, one who can dissipate darkness, that is guru. And another meaning is heavy, very heavy. So guru will be very heavy on the disciples. അതേപോലെ രാമാനുജാചാര്യരുടെ ഒരു പാസ്റ്റ് ടൈംസില് രാമാനുജാചാര്യ ഒരു ദിവസം സുഖമില്ല, സിക്കായി. അപ്പോ രാമാനുജാചാര്യ വിചാരിച്ചു ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, അപ്പൊ എന്റെ ഡിസൈപ്പിൾസിനോട് ഞാൻ അവരോടും പറയാം. അപ്പൊ എല്ലാ ഡിസൈപ്പിളും എന്നോട് പറയും എന്നുള്ള ഇതിലാണ്. കാരണം ഞാനാണ് ഇങ്ങനെ വരിഷ്ഠ എന്താ പറയാ ശിഷ്യൻ, എന്നെ പറയും എല്ലാവരും മനസ്സിലും വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് രാമാനുജാചാര്യ ഒരു കാര്യം ചെയ്യൂ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാണ്ട് എപ്പോഴും രാമാനുജാചാര്യരുടെ വസ്ത്രമൊക്കെ അലക്കി ചെയ്യുന്ന, അങ്ങനെ മീനിയൽ സർവീസ് ചെയ്യുന്ന അദ്ദേഹത്തിന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് വിളിക്കുക എന്തിന്? ക്ലാസ് എടുക്കാൻ. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ക്ലാസ് ഒരിക്കലും അറ്റൻഡ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, എങ്ങനെയാണ് അദ്ദേഹത്തിന് വിളിക്കാൻ പറഞ്ഞു. അന്ന് അയാളുടെ ക്ലാസ് എടുക്കും, എനിക്ക് സുഖമില്ല. എല്ലാവർക്കും അത്ഭുതമായി പോയി. ഞങ്ങളെയൊക്കെ വിട്ട് ഇത്രയും വരിഷ്ഠമായിട്ടുള്ള ശിഷ്യന്മാരെ വിട്ടിട്ട് അദ്ദേഹത്തിനോട് പറയേ ഒരിക്കലും അറ്റൻഡ് ചെയ്യാത്ത അദ്ദേഹത്തിന് അവിടെ ഇരുന്നു. അദ്ദേഹം ക്ലാസ് തുടങ്ങിയപ്പോൾ ഗംഗ പ്രവാഹിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. എല്ലാവരും വളരെ വളരെ വണ്ടർസ്റ്റക്കായി. കാരണം അദ്ദേഹം അത്രയും യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട്, യാതൊരു ഒരു ഇത് പറയില്ല, നമുക്കൊരു അപ്രീസിയേഷൻ, അങ്ങനെ ഒരു പ്രശംസ ഒന്നും അർഹിക്കാതെ വളരെ മീനിയൽ സർവീസ് ചെയ്തിട്ട് രാമാനുജാചാര്യെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിമ്പിൾ ഹംബിൾ ഡിവോട്ടി ആയിരുന്നു. സോ രാമാനുജാചാര്യ എംപവേർഡ് ഹിം ടു ഗിവ് എ ഫാന്റാസ്റ്റിക് ക്ലാസ്. സോ ഇതാണ് ഗുരുവിന്റെ ആ ഒരു ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കഴിവുള്ളതുകൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കലുമല്ല. എപ്പോഴാണ് അങ്ങനെ തോന്നുന്നത് അതോടുകൂടി അവിടെ നമ്മുടെ അവസാനമായിരിക്കും. എനിക്ക് ഒന്നും കഴിവില്ല. നമ്മുടെ കഴിവ് എവിടുന്ന് വരുന്നു? സ്വന്തമായിട്ട് കഴിവുണ്ടോ? നമ്മൾ പലരും കേൾക്കുന്നു, വല്ലതും വായിക്കുന്നു, വല്ലതും പറഞ്ഞു തരുന്നു. അപ്പൊ ഈ ക്രെഡിറ്റ് നമ്മൾ എങ്ങനെ എടുക്കാൻ പറ്റും? ഓക്കെ, ഞാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് വല്ല സ്ഥലത്തുനിന്നും കേൾക്കണം, വല്ലവരിൽ കേൾക്കണം, അല്ലെങ്കിൽ വല്ലതും വായിക്കണം, അല്ലേ? അത് എന്റെ അറിവാണോ? എന്നിട്ട് ഞാൻ ഇതോട് പോസ് ചെയ്തത് എന്റെ അറിവാണ്, ഞാനാണ് പറഞ്ഞിരുന്നത്, അങ്ങനെ പോസ് ചെയ്താൽ ഞാൻ വിഡ്ഢിയാണ്, പരമവിഡ്ഢിയാണ്. എനിക്ക് ഒന്നുമില്ല. എല്ലാം കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഗുരുജനങ്ങളുടെ, ആചാര്യന്മാരുടെ, സീനിയർ ഡിവോട്ടീസിന്റെ, അവരുടെ ഈവൻ ഒരു ചെറിയ സ്മോൾ റിയലൈസേഷൻ കൂടി നമുക്ക് വന്നിട്ടില്ല, അല്ലേ? അപ്പൊ അതെല്ലാം ഗുരുവിന്റെ. അതുകൊണ്ടാണ് ഈവൻ ശ്രീല പ്രഭുപാദര് അങ്ങനെയുള്ള എക്സോൾട്ടഡ് ഡിവോട്ടീസ് ഒരിക്കലും അവർ ക്രെഡിറ്റ് എടുക്കില്ല. ഡിവോട്ടീസ്, ഡിസൈപ്പിൾസ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രഭുപാദ, if at all you think that I have done something, the credit goes to my Guru Maharaj who have empowered me. It is not my credit to my credit. All the credit goes to my Guru Maharaj. He is the person who instructed me to go and preach in the Western countries. He has empowered me. So he never takes the credit. സാധാരണ മറ്റുള്ള നമ്മുടെ ഒരു മെറ്റീരിയൽ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും കുറച്ച് ഒരു അറിവ് കിട്ടിയാൽ ഇറ്റ്സ് മീ, ഐ ആം ദ ഡൂവർ, I have done that. It's to my credit. Nobody wants to share that. Okay, it's me, I, me and mine. പക്ഷേ നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ആ ഹംബിൾ പൊസിഷനായിട്ട് എടുക്കണം. ആണ് ഈ ഷുഡ് ബി എ ഹ്യൂമിലിറ്റി പേഴ്സണിഫൈഡ് പേഴ്സൺ. ആ ഒരു ഹംബിൾനെസ് ആണ് ഒരു ഡിവോട്ടിയെ ഡിവോട്ടി ആക്കുന്നത്. നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാം ഭഗവാന്റെയും ഭക്തജനങ്ങളുടെയും ആ ഒരു കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ വൺ ഷുഡ് ബി നെവർ പ്രൗഡ് ഓഫ് എനിത്തിങ്, ബിക്കോസ് എവറിഥിങ് വി ഹാവ് ഗോട്ട് ഫ്രം saintly personalities, the Gurujan.
ഇതിനോട് വായിക്കാം. ഇത് അതിനെ പറ്റിയൊന്നല്ല, എന്തായാലും ഇത് എവിടുന്ന വന്നറിയില്ല, നോക്കാം. As Mr. Rubin, the subway conductor who had met Prabhupada on a Manhattan Park bench in 1965, remembers, he seemed to know that he would have temples filled up with devotees. There are temples and books, he said. They are existing, they are there, but the time is separating us from them. About one Mr. Rubin, അദ്ദേഹത്തിന്റെ മെമ്മറീസിൽ പറയാണ്, സബ്വേ കണ്ടക്ടർ ആയിരുന്നു. അദ്ദേഹം പ്രഭുപാദ 1965 മീറ്റ് ചെയ്തു. 1965 സെപ്റ്റംബറിലൊക്കെയാണ് പ്രഭുപാദ അവിടെ എത്തുന്നത് തന്നെ. ഓക്കെ, ന്യൂയോർക്കില്, അമേരിക്കയില്. അപ്പൊ അന്ന് പറഞ്ഞു, അപ്പൊ അദ്ദേഹത്തിന്റെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പ്രഭുപാദ പറഞ്ഞറിയോ, ഈവൻ പ്രഭുപാദ the only temple he has established, that is 6th Avenue, okay, ആ ന്യൂയോർക്ക് ടെമ്പിൾ. അപ്പൊ വിസിറ്റിംഗ് കാർഡ് അടിച്ചു, ISKCON, International Society for Krishna Consciousness, centers all around the world. ഒറ്റ ടെമ്പിള് വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോ എല്ലാരും ചോദിച്ചു, you have just started one office and you have written centers around all around the. Yes, time is separating, it is there, time is separating from that reality. Exactly what he said was right. Within 11 years of his presence on this earthly planet, he constructed 108 temples all over the world. And then he could foresee the temples. So what is separating? The time is a matter of time. It will manifest. He had the full vision. He had that faith in his Guru's order and in Krishna's, blessings. He seemed to know that he would have temples filled up with devotees. There are temples and books, he said. They are existing. എങ്ങനെ ഒരു പാറയില് ഒരു ശില്പം എങ്ങനെ ഉണ്ടോ നമുക്കറിയില്ല. ആ ശില്പിക്ക് മാത്രമേ വേണ്ട, അതിന്റെ എക്സസ് ആയിട്ടുള്ള ആ എന്താ പറയാ കല്ലൊക്കെ ചിസിലോണ്ട് ചെത്തി കളയുമ്പോ ശില്പം പ്രത്യക്ഷപ്പെടുന്നു അല്ലെ. ഒരു പാറയിൽ നമുക്ക് ശില്പം കാണാൻ പറ്റുമോ? ശില്പിക്ക് കാണാൻ പറ്റും. ആ ശില്പി എന്താ, ആ പാറ നന്ന വെട്ടി അതിനെ ചിസിലോണ്ട് ചെയ്തിട്ട് അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്ത് കളയുമ്പോ ആ ശില്പം പ്രത്യക്ഷപ്പെടുന്നു. അതേപോലെ പ്രഭുപാദ, it is a matter of time, it will manifest, it is there, it will manifest. And exactly that is what happened. So ISKCON's preaching would achieve what the League of Nations and United Nations had failed to achieve. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ United Nations failed to achieve their purpose, but ISKCON's preaching, നമ്മള് വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ പ്രഭുപാദരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ definitely we will be able to achieve. Now, from where one person went to America, now millions of people are following, isn't it? അങ്ങനെ ഇത്രയും ഫോളോവേഴ്സിലെ കുറച്ച് ആൾക്കാർ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്താൽ മതി. ഇറ്റ്സ് പോസിബിൾ. സോ യുണൈറ്റഡ് നേഷൻസ് എന്താണോ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, അത് that real unity and peace in the world, ISKCON workers would bring peace to a world deeply afflicted by materialism and strife. And all 6 of these purposes would be achieved by the 7th, okay, by printing literatures, books, periodicals, etc. ISKCON would publish and distribute literature. This was the special instruction given to Srila Prabhupada by Srila Bhaktisiddhanta Saraswati Thakura, but specifically told him one day in 1935. 1935 രാധാകുണ്ടിന്റെ സമീപത്തിൽ ഇരുന്നിട്ട് പ്രഭുപാദിയും ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് തന്റെ സ്പിരിച്വൽ മാസ്റ്ററെ ഒരുപാട് സമയം ചെലവഴിച്ച് അദ്ദേഹത്തിന് വളരെ ക്ലോസ് അസോസിയേഷൻ കിട്ടി. അന്നാണ് 12 ദിവസമായിട്ടുണ്ടായിരുന്നു പ്രഭുപാദ അദ്ദേഹത്തിന്റെ കൂടി. സോ ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈ ഗോട്ട്. അപ്പൊ പറഞ്ഞാണ്, ഇഫ് യു എവർ ഗെറ്റ് എനി മണി, പബ്ലിഷ് ബുക്സ്. ഇതാണ് പറഞ്ഞത്. ഇഫ് യു ഗെറ്റ് money, publish books. അപ്പൊ അങ്ങനെ ഈ സ്റ്റാർട്ടഡ് 1947 46 47 he started single-handedly Back to Godhead magazine, bi-monthly ആണോ? bi-monthly Back to Godhead magazine.
ഫൈനലിലെ ഫോർട്ട്നൈറ്റ്ലി ആണ്. ഫോർട്ട്നൈറ്റ്ലി ആണ് അല്ലേ? ഓക്കെ. Every 15 days, not bi-monthly. Yeah. So അങ്ങനെ ഇപ്പം അറിയില്ല അന്നത്തെ കാലത്ത്. അപ്പോ ഓക്കെ, ഡിസ്കവറിംഗ് ദ ഗിൻലോ. So what is the very first purpose of Srila Prabhupada's informing ISKCON? എന്താണ് ഫസ്റ്റ് പർപ്പസ്? ആർക്കും ഓർമ്മ? To systematically propagate. Okay. Mention all the purposes of ISKCON one by one. So you go one by one again. Okay. Understanding. In what ways do you think that the first purpose of ISKCON can and have been to a certain extent achieved? Okay. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? In what ways do you think that the first purpose of ISKCON can and have been to a certain extent achieved? The first purpose. Up to what extent? In നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള ചാനൽസും സോഴ്സസും ഇപ്പൊ ഉണ്ടല്ലോ പ്രഭു. മറ്റുള്ള റിലീജിയൻസിലൊക്കെ ഇപ്പൊ നമ്മള് കാറ്റക്കിസം ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ അവർക്ക് ഒരു സിലബസ് ഉണ്ട്. ഇപ്പൊ നമുക്കും സിലബസ് ഉണ്ട്. ഗീതയുണ്ട്, ഭാഗവതം ഉണ്ട്, ചൈതന്യ ചരിതാമൃതം ഉണ്ട്. നമുക്ക് കോഴ്സസ് ഉണ്ട്. ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ കോഴ്സസ് വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ സിസ്റ്റമാറ്റിക്കലി ആയിട്ടുണ്ട്. നമുക്ക് ആക്സസ് ചെയ്യാനൊരു ആഗ്രഹം തോന്നുമ്പോ തന്നെയുള്ള ബേസിക് തൊട്ടുള്ള ഏറ്റവും ഹൈ വരെയുള്ള തന്നെ കഴിയും. വെരി ഗുഡ്. അതിനുള്ള എല്ലാ അവന്യൂസും നമുക്കിപ്പോ ഉണ്ട്. ഓക്കെ. സോ സ്റ്റിൽ വി ഹാവ് ടു ഗോ എ far, we have to go a lot. But somehow we have started by mercy of Srila Prabhupada. We are improving, but still we have to go a far away. I mean, far. And what do you think is the primary motive of Srila Prabhupada's for forming ISKCON? എന്താണ് primary motive of Srila Prabhupada's for forming ISKCON? എന്താണ് primary motive? അവബോധ പ്രചാരണം ലോകം മുഴുവനും. കൃഷ്ണാവബോധ പ്രചാരണം തന്നെ. കാണിച്ചാൽ ഇപ്പൊ മെറ്റീരിയലി ടോട്ടലി വി ആർ അവേ ഫ്രം സ്പിരിച്വാലിറ്റി. അപ്പോ somehow or other, we need to bring everybody into that fold of Krishna consciousness. So what aspects of this legal charter are an integral part of the Bhakti Vriksha preaching, or in other words, how does the Bhakti Vriksha system of preaching fulfill the purposes of ISKCON? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന ഈ വീക്ക്ലി ക്ലാസ് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു ഇംപ്രൂവ് or to fulfill the purposes of ISKCON in other classes. Is it serving any purpose, or ഭക്തിവൃക്ഷ കൊണ്ട് നമുക്ക് അറിവുകൾ നേടുക എന്നുള്ളത് മാത്രമല്ല പ്രഭുജി, അതിലൂടെ നമുക്ക് ആ ഒരു പ്രീച്ചിങ് കപ്പാസിറ്റി വരെ നമുക്ക് അത് ആൻസർ ചെയ്യുന്നത് വഴി, നമുക്ക് ആ ഒരു ചർച്ച ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബ്രീഫായിട്ട് അറിയാനും ഒക്കെ ഉള്ള ഒരു മാർഗമാണ് പ്രഭുജി ഇത്. അല്ല, ചോദ്യം ഇതാണ്, how does the Bhakti Vriksha system of preaching fulfill the purposes of ISKCON? നേരത്തെ പറഞ്ഞ 7 പർപ്പസസിനെ ഈ ഭക്തി വൃക്ഷ സിസ്റ്റത്തിൽ കൂടെ എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് തന്നെ ഇതാണല്ലോ പ്രഭുജി, നമ്മുടെ ഭാഗവതം, ഭഗവത്ഗീത. അപ്പൊ നമ്മൾ അതൊക്കെയാണല്ലോ ഈ ഭക്തിവൃക്ഷകളിൽ പഠിച്ചു വരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഈ ഭക്തിവൃക്ഷ സിസ്റ്റത്തിൽ കൂടെ ഈ പറഞ്ഞ 6-7 കാര്യങ്ങളും directly or indirectly we are helping the ISKCON, അല്ലേ? നമ്മളിപ്പോ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ,
Okay, publish and distribute book. Temple construction, systematic study, like പറഞ്ഞ പോലെ ഭക്തി ശാസ്ത്രി, ഭക്തി വൈഭവ്, ഭക്തി സർവഭൗമ, ഭക്തി വേദാന്ത, അങ്ങനെ ഒരുപാട് ഇതല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാത്തിലും ഡയറക്ട്ലി or indirectly we are part of it. അപ്പോൾ നമ്മളപ്പോ ഭക്തി വിഷയില് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഊന്നി പറയുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ആസ്പെക്ട്സും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. Pilgrimage, we are going to dhams. Okay, we are associating, we are doing deity worship. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്, deity worship, നാമജപം, ഭഗവത്ഗീത പാരായണം, ഇതെല്ലാം ഇതിന്റെ ആസ്പെക്ട്സ് ആണ്, ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ്, അല്ലെ, പർപ്പസസ് ആണ്. ഇതെല്ലാം നമ്മൾ ഭക്തിവിഷ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ we are also trying to fulfill the mission of Srila Prabhupada, being a very, very insignificant part of the society. So please have these purposes framed and mounted on a wall in your home or on a desk. Seeing and reading it every day will make these purposes firmly fixed in your mind and will inspire you to fulfill your commitments to Srila Prabhupada. So each one teach one while being taught by one. That should be, our aim. Each one teach one while being taught by one. നമ്മൾ മാത്രം പഠിച്ചാ പോരാ. So we should share with others. പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവാനും കൂടെ നമ്മൾ ഒരു കാരണമാണ്, അല്ലെ പ്രഭുജി? അതെ, തീർച്ചയായിട്ടും. കുട്ടികളോട് മക്കളും എന്താ പറയാ, കുട്ടികളോട് പറയും, 2 കുട്ടികളും 3 കുട്ടികളൊക്കെ, ഒരു കുട്ടിക്ക് ടോയ് കിട്ടിയാൽ മറ്റേ കുട്ടി കൊടുക്കില്ല, ഇത് എന്റെയാണ്, മൈൻ. അപ്പൊ അച്ഛനും യു ഹാവ് ടു ഷെയർ, അങ്ങനെ പഠിപ്പിക്കും. യു ഹാവ് ടു ഷെയർ, യു ഷുഡ് ഷെയർ വിത്ത് അതർ യുവർ സിബ്ലിങ്സ്, യുവർ ബ്രദർ ഓർ സിസ്റ്റർ. അതേപോലെ നമ്മള് മാത്രം ഇത് അറിഞ്ഞാൽ പോരാ, നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ, നമ്മൾ മാത്രം എൻജോയ് ചെയ്താൽ പോരാ ഈ കൃഷ്ണ കോൺഷ്യസ്നസ്. സോ ആസ് ഫാർ ആസ് പോസിബിൾ, വാട്ട് എവർ വി നോ, വി ഷുഡ് ട്രൈ ടു ടീച്ച് അതേഴ്സ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല, അവർക്ക് റിസെപ്റ്റീവ് ആണെങ്കിൽ ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് വി നോ വി ഷുഡ് ടീച്ച്. സോ ഡോണ്ട് ബി സെൽഫിഷ് എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒന്നും വരില്ലെങ്കിൽ ഹരകൃഷ്ണ മന്ത്രം എങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക ചൊല്ലാൻ വേണ്ടിയിട്ട്. സോ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, അതനുസരിച്ചിട്ട് ചെയ്യാം. So preaching is the essence. Devotee preachers are engaged in the highest welfare work. The self-effulgent Vaikuntha planets, by whose illumination alone all the illuminating planets within this material world give off reflected light, cannot be reached by those who are not merciful to other living entities. Only persons who constantly engage in welfare activities for other living entities can reach the Vaikuntha planets. Okay, the self-effulgent Vaikuntha planets. Okay, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, somewhat meaning to this. ന തദ് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ മരം. Okay, that abode of mine is not illumined by sun, moon or electricity. Okay, those who reach my abode will never come back to this material world. അപ്പോ അത് സെൽഫ് ലൂമിനസ് ആണ്. അപ്പൊ അവിടേക്ക് പോകാൻ എന്താണ്, who are not merciful to others, അവർക്ക് അത്ര ഈസി അല്ല. cannot be reached by those who are not merciful. അപ്പോ only person who constantly engage in welfare activity. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ആരാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ, ഈ ഉപദേശം ആരാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, ഈസ് മോർ ഡിയർ ടു മീ എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ അതേപോലെ അതന്നെ ഇവിടെയും പറയുന്നത്. അപ്പൊ ഓൺലി പേഴ്സൺ ഹു കോൺസ്റ്റന്റ്ലി എൻഗേജ് ഇൻ വെൽഫെയർ. എന്താണ് വെൽഫെയർ ആക്ടിവിറ്റി? ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നോ, അല്ലെങ്കിൽ കല്യാണത്തിന് പൈസ കൊടുക്കുന്നോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള ഫീസ് കൊടുക്കുന്നോ, അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നോ, ഇതാണ് വെൽഫെയർ ആക്ടിവിറ്റി. അത് വെൽഫെയർ ആക്ടിവിറ്റിയാണ്. ദാറ്റ് വെൽഫെയർ ആക്ടിവിറ്റി ഈസ് ഓൺലി ഫോർ ദ ബോഡി. അത് ഇസ് ടെമ്പററി. അത് ടെമ്പററി ആണ്, അത് ശരീരത്തിന് മാത്രമാണ്, അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ എന്താണ് ശരിക്കുള്ള വെൽഫെയർ ആക്ടിവിറ്റി? ആരാണോ ഒരാളെ, ഒരു വ്യക്തിയെ കൃഷ്ണ കോൺഷ്യസ് ആക്കുന്നത്, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ് വെൽഫെയർ ആക്ടിവിറ്റി. കാരണം ഈ ആക്ടിവിറ്റി കൊണ്ട്, ഈ വെൽഫെയർ ആക്ടിവിറ്റി കൊണ്ട്
നമ്മുടെ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ മുക്തന്മാരാകുന്നു, ലിബറേഷൻ കിട്ടുന്നു. അതുകൊണ്ടാണ് അതിനെ the best welfare activity എന്ന് പറയുന്നത്. So from this material world, people can be transferred to the Vaikuntha Loka if they incessantly engage in welfare activities for all other living entities. Such incessant welfare activities can really be performed only Krishna consciousness. There is no other philanthropic work within this material world but Krishna consciousness, which can engage a person 24 hours a day. A Krishna conscious person, Krishna conscious being, is always engaged in planning how to take all the suffering humanity back home, back to Godhead. Even if one is not successful in reclaiming all the fallen souls back to Godhead, still because he is Krishna conscious, his path to Vaikuntha Loka is open. He personally becomes qualified to enter the Vaikuntha Lokas. And if anyone follows such a devotee, he also enters into Vaikuntha Loka. Others who engage in envious activities are known as karmis. Karmis are envious of one another. Jnanis are not as sinful as karmis, but they do not try to reclaim others back to Godhead. അതാണ് അവിടുത്തെ ഒരു ഇത്. Karmis, they are envious of others. Jnanis, they are selfish. അവർക്ക് അവരുടെ കാര്യം മാത്രമേ. They will not help others. They will not try to reclaim others back to Godhead. They perform austerities for their own self, for their own liberation. But മറ്റുള്ള ലിബറേഷന് അവർക്ക് താല്പര്യമില്ല. Yogis are also engaged in self-aggrandizement by trying to attain mystic powers. അവരും somewhat selfish ആണ്. അതുകൊണ്ടാണല്ലോ എല്ലാം വിട്ടിട്ട് കാട്ടിലും മലകളിലും എന്താ പറയാ ഗുഹകളിലൊക്കെ പോയിട്ടിരുന്ന് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. They are self-centered. But devotees, they take any amount of risk, going to countries which are not favorable, going to China, Pakistan, Russia, African countries, അത്രയും അൺഫേവറബിൾ ആയിട്ടുള്ള ഇസ്ലാമിക് കൺട്രീസ്, അവിടെയും പോയിട്ട് റിസ്ക് എടുക്കും. ആരെ? വൈഷ്ണവന്മാര്, ഡിവോട്ടീസ്. But devotees, Vaishnavas, who are servants of the Lord, come forward in the actual field of work in Krishna consciousness to reclaim fallen souls. The Lord says that there is no one dearer to him than those who preach the gospel of Bhagavad Gita to the world. Srimad Bhagavatam 4.12.36. Bhagavad Gita Bhagwan adanne parayunna 18th chapter. Okay. This is the end of it. So I'll stop sharing here. Hare Krishna.